ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ തേങ്ങാക്കൊത്തൊക്കെ ലാസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ കറിയല്ല, ഒരു ചിക്കൻ പെരട്ടെന്ന് പറയും. അതിന് ചെറിയ ഉള്ളി മാത്രം മതി. അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അത് നമ്മുടെ ഈ ഇടികല്ലിലിട്ട് നമുക്കിങ്ങനെ കുറേശ്ശെ ഇട്ട് ചതച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയാലും മതി. സ്പൈസസ് ഒന്നും ചേർക്കാത്ത ചിക്കൻ കറിയാണേ. നമ്മുടെ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച്, ഞാൻ നമ്മുടെ മണ്ണടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് അതിൻ്റെ പച്ചമണമൊന്ന് മാറണം. മണ്ണടുപ്പിൽ നമ്മൾ ഇന്നൊരു വ്യത്യസ്തതയുള്ള ഒരു ചിക്കൻ, അതിനായിട്ട് ഞാനിവിടെ ഒരു 1 കിലോ ചിക്കന് വേണ്ടി ഒരു 250 ഗ്രാം കൊച്ചുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചെറിയ ഇടികല്ലില്ലേ, ഇടികല്ലിൽ വെച്ച് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ വെച്ച് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് അതിൻ്റെ പച്ചമണം മാറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഉള്ളി ചതച്ചതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിയിലെ ഉപ്പൊന്ന് പിടിച്ച് കിട്ടത്തക്കോല ഇളക്കി കൊടുക്കാം. നമ്മുടെ അടുപ്പ് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ, കാരണം ഈ അടുപ്പ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇതുവരെയും നല്ല വെയിൽ തെളിഞ്ഞിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു. നമ്മുടെ കൊച്ചുള്ളി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കന് ഞാൻ 4 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത്. 3 ഇടാം, നമുക്ക് എരി നോക്കിയിട്ടിടാം. അപ്പോൾ 3 എണ്ണം ഇടാം. 3 സ്പൂണാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. 1 സ്പൂണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. മൊത്തം 4 ടേബിൾ സ്പൂൺ മുളക് ചതച്ചത്. നമ്മുടെ കൊച്ചുള്ളിയും ഈ മുളക് ചതച്ചതും കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. പിന്നെ നമുക്കൊരു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയും മുളകും ഉള്ളിയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് വരണ്ട അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ കഴുകി മഞ്ഞൾ പൊടിയും ഉപ്പും ഒക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. പെരിഞ്ചീരകം ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, ഒരു ചെറിയ സ്പൂൺ. അതുകൂടെ അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കും. രണ്ട് ചെറിയ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഉള്ളിയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ചിക്കനിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഒരു 1/2 സ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് വെക്കാം. നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ച് വേവിക്കാം.
ഞാനിവിടെ ഈ അടുപ്പിൽ വെച്ചായതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. കാരണം നമ്മൾ ഗ്യാസിൽ വെച്ചാകുമ്പം അത്ര കുഴപ്പമില്ല. ഇതിപ്പോൾ അടുപ്പിൽ നല്ല തീ ഉള്ളത് കൊണ്ടേ നമുക്ക് അടിക്ക് പിടിക്കുമെന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ഒരു 1/2 കപ്പ്. അപ്പം ഇനി നമുക്ക് ഒരു ചെറിയ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. നല്ല വറണ്ട് കിട്ടിയില്ലേ? നമ്മളെ കുക്കറിലല്ലാത്തത് കൊണ്ടും അടുപ്പിലായതുകൊണ്ടുമേ നമുക്ക് ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിവിടെ ചിക്കനിലോട്ട് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ തേങ്ങാക്കൊത്തൊക്കെ ലാസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. നമ്മൾ കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ ഗ്യാസിലല്ലല്ലോ, അടുപ്പിൽ വെച്ച് വേവിച്ചതാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ചിക്കൻ കറിയാണ്. കൊച്ചുള്ളിയൊക്കെ ഇട്ടതുകൊണ്ട് ആ കൊച്ചുള്ളിയുടെയൊക്കെ ടേസ്റ്റ്. സവാള ഉപയോഗിച്ചിട്ടില്ല, സ്പൈസസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആകെപ്പാടെ ഉപയോഗിച്ചിരുന്നത് പെരിഞ്ചീരകം മാത്രം, പിന്നെ മുളക് ചതച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.